ഗ്രേസ് ചാനലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. യേശുവോടൊപ്പം ഇത്തിരി നേരം. വാഗ്ദത്തത്തിലേക്ക് പോയാലോ? 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവയെ ജയിച്ചുമിരിക്കുന്നു. കാരണം നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ കുഞ്ഞുങ്ങളെ, പ്രിയ മക്കളെ എന്നാണ് സംബോധന ചെയ്യുന്നത്. കാരണം നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന്, നാം ദൈവ പൈതലായി തീർന്നിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. എങ്ങനെ നാം ദൈവ പൈതലായി തീർന്നിരിക്കുന്നു? യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നാം ഓരോരുത്തരും ദൈവ മക്കളായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു. വചനം പറയുന്നു, 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് നാം ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നത് തനിച്ചല്ല. കാരണം നമ്മിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളെക്കാൾ, വെല്ലുവിളികളെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം തൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും അഴിച്ചതിനാൽ, അതിനെ ജയിച്ചതിനാൽ, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഓരോരുത്തർക്കും ലോകത്തെ ജയിക്കാൻ പറ്റും. കാരണം നാം തനിച്ചല്ല പ്രശ്നങ്ങളെ നേരിടുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ഈ ഉറപ്പ് ലഭിച്ച ദൈവ പൈതലിന് അധൈര്യമുണ്ടാവുമില്ല. ധൈര്യമായി മുന്നോട്ട് പോകൂ. കാരണം നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു.